എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ അരുണോദയം അംഗൻവാടി കെട്ടിടത്തിന് ശിലയിട്ടു. ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം പണിയുന്നത്. രാവിലെ നടന്ന ചടങ്ങിൽ ഇ.ടി. ടൈസൺ എം.എൽ.എ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മുടെ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് കുട്ടികളെ പക്വമാക്കുന്നത് ഇതുപോലുള്ള അംഗൻവാടികളിലാണ്. എന്നുവെച്ചാൽ ഒരു പഠിപ്പിക്കലല്ല പ്രധാനം, പഠിപ്പിക്കലിൽ ഉള്ള അവർക്ക് ബേസ് നൽകുക എന്നാണ്, താല്പര്യം നൽകുക എന്നാണ്. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു അംഗൻവാടി എന്ന് പറയാൻ അറിയാമല്ലോ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. മിക്കവാറും ഈ സ്ത്രീകളുടെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, ഗർഭം ആയാൽ വളരെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നാണ് പറയുന്നത്. അത്തരം മുഴുവൻ കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അംഗൻവാടികൾ. ഇനിയും അത് കൂടുതൽ ശക്തിപ്പെടാനുള്ള രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. പണ്ടൊരു അംഗൻവാടി പോകുമ്പോൾ നമുക്കറിയാം ഒരു ചെറിയ രൂപത്തിലാണ് നടന്നിരുന്നത്. ഇപ്പം അംഗൻവാടികളൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രൂപത്തിലാണ് വരുന്നത്. ശ്രീ ജമാൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു എണ്ണം മെമ്പറുടെ വാർഡിൽ പണിത്, റോഡിൻ്റെ സൈഡിലുള്ളത് നന്നായി പണിത്, 2020 പണിത്, ഗംഭീരമായിട്ട് പണിത്, നല്ല ചിത്രങ്ങളോടുകൂടി നല്ല രീതിയിൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ആത്മാർത്ഥതയല്ല ആ കാര്യത്തിൽ, ആ രീതിയിലാണ് അദ്ദേഹം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു അധ്യക്ഷനായി. വളരെ ഏറെ നാളത്തെ ഒരു പ്രതീക്ഷയായിരുന്നു നമ്മുടെ അരുണോദയം അംഗനവാടിക്ക് സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടാകുക എന്ന്. അപ്പോൾ അതിൻ്റെ പുറകെ തന്നെ ഭരണസമിതി നിന്നുകൊണ്ട് അതിൻ്റെ TS ഉൾപ്പെടെയുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നതിന്, അത് ടെൻഡർ എടുക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും നമ്മൾ ഈ ടെൻഡർ എന്നുള്ളത് കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഉള്ള ആൾക്ക് ഇത് കരാറ് കിട്ടണമെന്നില്ല. പക്ഷേ അത് വഴിതെറ്റിപ്പോകാതിരിക്കാൻ അതിൻ്റെ പുറകെ തന്നെ ഭരണസമിതി നിന്നുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടുമിക്ക അംഗനവാടികളുടെയും പ്രവർത്തനങ്ങൾ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ള ശ്രീ ജമാൽ അവരുകളെ നമ്മൾ അതിലേക്ക് പ്രേരിപ്പിക്കുകയും അത് അദ്ദേഹം കരാറെടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കാം, സമയബന്ധിതമായിട്ട് നമ്മുടെ അംഗനവാടിയുടെ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ ശേഷിയുള്ള ആളും ആത്മാർത്ഥതയുള്ള ആളുമാണ് ജമാൽ എന്നുള്ളത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതി പ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ്, അംഗൻവാടി വർക്കർ അജിതകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക. You're watching True Line News.